ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 2 ചോദ്യങ്ങൾക്കും ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. ഏത് വർഷത്തെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ് മോഹൻലാലിന് ലഭിച്ചത്? 2023 55ാമത്. 10 ലക്ഷം രൂപയും സ്വർണ്ണകമൽ മുദ്രയും ഫലകവുമാണ് ബഹുമതി. ഇന്ത്യൻ സിനിമയുടെ പിതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഫാൽക്കെയുടെ ധുണ്ടിരാജ് ഗോവിന്ദ് ഫാൽക്കെയുടെ പേരിലുള്ള പുരസ്കാരം ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയാണ്. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് 1969 മുതൽ നൽകി വരുന്നു. ഫാൽക്കെയുടെ ജന്മശതാബ്ദി പ്രമാണിച്ചാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. ആദ്യ ജേതാവ് ദേവിക റാണി. ഫാൽക്കെയുടെ ആദ്യ ചിത്രമായ രാജാ ഹരിശ്ചന്ദ്രയാണ് ഇന്ത്യയിലെ ആദ്യ ചലച്ചിത്രം. നിശബ്ദ ചിത്രമായിരുന്നു ഇത്. അർദേശ്വർ ഇറാനി സംവിധാനം ചെയ്ത ആലം ആരെയാണ് ആദ്യ ശബ്ദ ചിത്രം. ഫാൽക്കെ പുരസ്കാരം നേടുന്ന 2ാമത്തെ മലയാളിയാണ് മോഹൻലാൽ. ആദ്യ മലയാളി അടൂർ ഗോപാലകൃഷ്ണൻ 2004. അമിതാഭ് ബച്ചൻ 2018, രജനീകാന്ത് 2019, ആശ പരേഖ് 2020, വഹീദ റഹ്മാൻ 2021, മിഥുൻ ചക്രവർത്തി 2022 എന്നിവരാണ് ലാലിന് മുൻപുള്ള സമീപകാല ജേതാക്കൾ. അപ്പോൾ ഏത് വർഷത്തെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ് മോഹൻലാലിന് ലഭിച്ചത്? 2023. 2023 55ാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ് മോഹൻലാലിന് ലഭിച്ചത്. 10 ലക്ഷം രൂപയും സ്വർണ്ണകമൽ മുദ്രയും ഫലകവുമാണ് ബഹുമതി. ഇന്ത്യൻ സിനിമയുടെ പിതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ദാദാസാഹിബ് ഫാൽക്കെയാണ്. ദാദാസാഹിബ് ഫാൽക്കെയുടെ പേരിലുള്ള പുരസ്കാരം ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയാണ്. ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ്. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് 1969 മുതൽ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നൽകി വരുന്നു. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിൻ്റെ ആദ്യ ജേതാവ് ദേവിക റാണിയാണ്. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിൻ്റെ ആദ്യ ജേതാവ് ദേവിക റാണി. ഫാൽക്കെയുടെ ആദ്യ ചിത്രമായ രാജാ ഹരിശ്ചന്ദ്രയാണ് ഇന്ത്യയിലെ ആദ്യ ചലച്ചിത്രം. ഇന്ത്യയിലെ ആദ്യ ചലച്ചിത്രം രാജാ ഹരിശ്ചന്ദ്ര. നിശബ്ദ ചിത്രമായിരുന്നു ഇത്. അർദേശ്വർ ഇറാനി സംവിധാനം ചെയ്ത ആലം ആരെയാണ് ആദ്യ ശബ്ദ ചിത്രം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ശബ്ദ ചലച്ചിത്രം ആലം ആരെയാണ്. ഫാൽക്കെ പുരസ്കാരം നേടുന്ന 2ാമത്തെ മലയാളിയാണ് മോഹൻലാൽ. ഫാൽക്കെ പുരസ്കാരം നേടുന്ന 2ാമത്തെ മലയാളിയാണ് മോഹൻലാൽ. ഫാൽക്കെ പുരസ്കാരം നേടുന്ന ആദ്യ മലയാളി അടൂർ ഗോപാലകൃഷ്ണനാണ് 2004. ഫാൽക്കെ പുരസ്കാരം നേടിയ ആദ്യ മലയാളി അടൂർ ഗോപാലകൃഷ്ണനാണ് 2004. അമിതാഭ് ബച്ചൻ 2018, രജനീകാന്ത് 2019, ആശ പരേഖ് 2020, വഹീദ റഹ്മാൻ 2021, മിഥുൻ ചക്രവർത്തി 2022 എന്നിവരാണ് ലാലിന് മുമ്പുള്ള സമീപകാല ജേതാക്കൾ. ഈ പോയിന്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം ഒന്ന് നോക്കി വെച്ചോണം കേട്ടോ.
GKയിലും കറണ്ട് അഫയേഴ്സിലും ചോദിക്കാവുന്ന പോയിന്റ്സാണ് ഇപ്പോൾ പറഞ്ഞത്. അടുത്തിടെ പാകിസ്ഥാനുമായി പ്രതിരോധ കരാർ ഒപ്പുവെച്ച രാജ്യം സൗദി അറേബ്യ. ഒരു രാജ്യത്തിനെതിരായുള്ള ആക്രമണം ഇരു രാജ്യങ്ങൾക്കുമെതിരെയുള്ളതായി കണക്കാക്കുമെന്നതാണ് കരാറിലെ പ്രധാന വ്യവസ്ഥ. നാറ്റോ അംഗരാജ്യങ്ങൾക്കിടയിലെ പ്രതിരോധ ഉടമ്പടിക്ക് സമാനമാണ് കരാറിലെ വ്യവസ്ഥകൾ. അടുത്തിടെ പാകിസ്ഥാനുമായി പ്രതിരോധ കരാർ ഒപ്പുവെച്ച രാജ്യം സൗദി അറേബ്യ. ഏത് ചലച്ചിത്ര സംവിധായകൻ്റെ ജന്മശതാബ്ദിയായിരുന്നു 2025 സെപ്റ്റംബർ 19 MB ശ്രീനിവാസൻ. 1925 സെപ്റ്റംബർ 19 ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ തമിഴ് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു. മാനാമധുരൈ ബാലകൃഷ്ണൻ ശ്രീനിവാസൻ എന്ന് മുഴുവൻ പേര്. തമിഴ് സിനിമയിലൂടെ രംഗത്തെത്തിയ MBS സ്വർഗരാജ്യം എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലെത്തി. കാൽപ്പാടുകൾ എന്ന സിനിമയിലൂടെ യേശുദാസിനെ പിന്നണി ഗാന രംഗത്ത് അവതരിപ്പിച്ചു. കടല്, വിദ്യാർത്ഥികളെ, ഇതിലെ, ബന്ധനം, വളർത്തുമൃഗങ്ങൾ, വേനൽ, ചില്ല്, ഉൾക്കടൽ, യവനിക, സ്വാതി തിരുനാൾ തുടങ്ങിയ സിനിമകളിലെ അദ്ദേഹം ചിട്ടപ്പെടുത്തിയ ഗാനങ്ങൾ പ്രശസ്തമാണ്. ജോൺ അബ്രഹാം സംവിധാനം ചെയ്ത അഗ്രഹാരത്തിൽ കഴുതൈ എന്ന തമിഴ് സിനിമയിൽ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചു. സ്വാതന്ത്ര്യ സമര നായകനായ ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലുവിൻ്റെ മകൾ സഹീദ കിച്ലുവായിരുന്നു ഭാര്യ. 1988 മാർച്ച് 9 ലക്ഷദ്വീപിൽ അന്തരിച്ചു. അപ്പോൾ ഏത് ചലച്ചിത്ര ഗാന സംവിധായകൻ്റെ ജന്മശതാബ്ദിയായിരുന്നു 2025 സെപ്റ്റംബർ 19 MB ശ്രീനിവാസൻ. തമിഴ് സിനിമയിലൂടെ രംഗത്തെത്തിയ MBS അതായത് MB ശ്രീനിവാസൻ സ്വർഗരാജ്യം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലെത്തി. കാൽപ്പാടുകൾ എന്ന സിനിമയിലൂടെ യേശുദാസിനെ പിന്നണി ഗാന രംഗത്ത് അവതരിപ്പിച്ചു. ഈ പോയിന്റ്സ് ഒക്കെ ഓർത്ത് വയ്ക്കുക. ഇന്ത്യയുടെ ഓസ്കാർ എൻട്രി. 2026 ഓസ്കാർ പുരസ്കാരത്തിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായ ഹിന്ദി ചലച്ചിത്രം ഹോം ബൗണ്ട്. മാധ്യമപ്രവർത്തകനായ ബഷ്റത്ത് പീർ ന്യൂയോർക്ക് ടൈംസിൽ കോവിഡ് വ്യാധിയുടെ പശ്ചാത്തലത്തിൽ എഴുതിയ എ ഫ്രണ്ട്ഷിപ്പ്, എ പാൻഡമിക് ആൻഡ് എ ഡെത്ത് ബിസൈഡ് ദ ഹൈവേ എന്ന ലേഖനമാണ് നീരജ് ഗെയ്വാൻ സംവിധാനം ചെയ്ത സിനിമയ്ക്ക് ആധാരം. അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം വിഭാഗത്തിലാണ് ചിത്രം മത്സരിക്കുക. അപ്പോൾ 2026 ഓസ്കാർ പുരസ്കാരത്തിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായ ഹിന്ദി ചലച്ചിത്രം ഹോം ബൗണ്ട്. കേരള മീഡിയ അക്കാദമിയുടെ 2024-25 ഇന്ത്യൻ മീഡിയ പേഴ്സണൽ അവാർഡ് നേടിയത് രാജ്ദീപ് സർ ദേശായി. ഇന്ത്യ ടുഡേ ഗ്രൂപ്പ് കൺസൾട്ടിംഗ് എഡിറ്ററാണ്. 1 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. കേരള മീഡിയ അക്കാദമിയുടെ 2024-25 മീഡിയ പേഴ്സൺ അവാർഡ് നേടിയത് രാജ്ദീപ് സർ ദേശായി. ഹോളിവുഡിലെ സുവർണ ബാലൻ എന്നറിയപ്പെട്ടിരുന്ന സംവിധായകൻ കൂടിയായ നടൻ അടുത്തിടെ അന്തരിച്ചു. പേര് റോബർട്ട് റെഡ്ഫോർഡ്. 1973 ദ സ്റ്റിംഗ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഓസ്കാർ ലഭിച്ചു. സ്വതന്ത്ര സിനിമകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി US-ലെ യുട്ടായിൽ സൺഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. ഹോളിവുഡിലെ സുവർണ ബാലൻ എന്നറിയപ്പെട്ടിരുന്ന സംവിധായകൻ കൂടിയായ നടൻ അടുത്തിടെ അന്തരിച്ചു. പേര് റോബർട്ട് റെഡ്ഫോർഡ്. സിംഗപ്പൂരിൽ അടുത്തിടെ അന്തരിച്ച ബോളിവുഡ് നടനും സംവിധായകനും കൂടിയായിരുന്ന ഗായകൻ സുബീൻ ഗാർഗ്. തലമുറയുടെ ഹൃദയതാളം എന്ന് ആരാധകർ വിശേഷിപ്പിച്ചിരുന്ന സബിൻ അസം സ്വദേശിയാണ്. യഥാർത്ഥ പേര്
സുബിൻബർ ഠാക്കൂർ. ഗോത്ര പേരായ ഗാർഗ് പിന്നീട് പേരിനോട് ചേർത്തു. ഗാങ്സ്റ്റർ എന്ന ചിത്രത്തിലെ യാലി എന്ന ഗാനത്തിലൂടെ പ്രസിദ്ധനായി. സിംഗപ്പൂരിൽ അടുത്തിടെ അന്തരിച്ച ബോളിവുഡ് നടനും സംവിധായകനും കൂടിയായിരുന്ന ഗായകൻ സുബീൻ ഗാർഗ്. യൂറോപ്പിൻ്റെ സംഗീത മത്സരമായ യൂറോവിഷന് ബദലായി റഷ്യ അടുത്തിടെ പുനരുജ്ജീവിപ്പിച്ച മുൻ സോവിയറ്റ് സംഗീത മത്സരം ഇന്റർവിഷൻ റഷ്യയ്ക്കൊപ്പം ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗങ്ങളായ ചൈന, ഇന്ത്യ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക എന്നിവയുൾപ്പെടെ 23 രാജ്യങ്ങളിൽ നിന്നുള്ള ഗായകർ പങ്കെടുത്തു. കാശ്മീർ ഗായകൻ റൗഹാൻ മാലിക് മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്തു. സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫസ്റ്റ് സെക്രട്ടറിയായിരുന്ന ലിയോണിഡ് ബ്രഷ്നേവ് യൂറോവിഷന് മറുപടിയായി 1960കളിൽ ആരംഭിച്ചതാണ് ഇന്റർവിഷൻ. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്കു ശേഷം 1994 മുതൽ യൂറോവിഷനിൽ പങ്കെടുത്തിരുന്ന റഷ്യയെ യുക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ 2022 വിലക്കിയ സാഹചര്യത്തിലാണ് ഇന്റർവിഷൻ പുനരുജ്ജീവിപ്പിച്ചത്. വിയറ്റ്നാമിലെ ഡ്യൂക്ക് ഫുക്ക് മത്സരത്തിൽ ഒന്നാമതെത്തി. കിർഗിസ്ഥാൻ, ഖത്തർ എന്നിവ 2, 3 സ്ഥാനങ്ങൾ നേടി. ഇന്ത്യൻ നടി സ്റ്റെഫി പട്ടേൽ, ചൈനീസ് കലാകാരൻ മെങ് ലെയി എന്നിവർ അവതാരകരായി. യൂറോപ്പിൻ്റെ സംഗീത മത്സരമായ യൂറോവിഷന് ബദലായി റഷ്യ അടുത്തിടെ പുനരുജ്ജീവിപ്പിച്ച മുൻ സോവിയറ്റ് സംഗീത മത്സരം ഇന്റർവിഷൻ. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ പുതിയ പ്രസിഡന്റ് മിഥുൻ മൻഹാസ്. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ പുതിയ പ്രസിഡന്റ് മിഥുൻ മൻഹാസ്. വൈസ് പ്രസിഡന്റായി രാജീവ് ശുക്ലയും ദേവജിത്ത് സൈക്കിയ സെക്രട്ടറിയായും തുടരും. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ പുതിയ പ്രസിഡന്റ് മിഥുൻ മൻഹാസ്. വൈസ് പ്രസിഡന്റായി രാജീവ് ശുക്ലയും ദേവജിത്ത് സൈക്കിയ സെക്രട്ടറിയായും തുടരും. അടുത്തിടെ പലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിച്ച രാജ്യങ്ങൾ ബ്രിട്ടൻ, ഓസ്ട്രേലിയ, കാനഡ, പോർച്ചുഗൽ, ഫ്രാൻസ്. G7 കൂട്ടായ്മയിൽ നിന്ന് പലസ്തീനെ അംഗീകരിക്കുന്ന ആദ്യ രാജ്യങ്ങളാണ് ബ്രിട്ടനും കാനഡയും ഫ്രാൻസും. 193 UN അംഗരാജ്യങ്ങളിൽ 157 രാജ്യങ്ങളും അംഗീകരിച്ചിട്ടുണ്ട്. 1988 നവംബറിൽ ഇന്ത്യ അംഗീകാരം നൽകിയിരുന്നു. പലസ്തീനെ അംഗീകരിക്കാത്ത UN രക്ഷാസമിതിയിലെ ഏക സ്ഥിര അംഗം US മാത്രമാണ്. അടുത്തിടെ പലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിച്ച രാജ്യങ്ങൾ ബ്രിട്ടൻ, ഓസ്ട്രേലിയ, കാനഡ, പോർച്ചുഗൽ, ഫ്രാൻസ്. അടുത്തിടെ ലണ്ടനിൽ അന്തരിച്ച ഹരോൾഡ് ഡിക്കി ബേർഡ് ഏത് നിലയിൽ പ്രശസ്തനായ വ്യക്തിയായിരുന്നു? ഇംഗ്ലീഷ് ക്രിക്കറ്റ് അമ്പയർ. ഇന്ത്യ ആദ്യമായി ചാമ്പ്യന്മാരായ 1983 ഉൾപ്പെടെ 3 ലോകകപ്പുകൾ നിയന്ത്രിച്ചിട്ടുണ്ട്. അടുത്തിടെ ലണ്ടനിൽ അന്തരിച്ച ഹരോൾഡ് ഡിക്കി ബേർഡ് ഏത് നിലയിൽ പ്രശസ്തനായ വ്യക്തിയായിരുന്നു? ഇംഗ്ലീഷ് ക്രിക്കറ്റ് അമ്പയർ. തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് പ്രതിമാസം 1000 രൂപ അലവൻസ് പ്രഖ്യാപിച്ച സംസ്ഥാനം ബീഹാർ. തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് പ്രതിമാസം 1000 രൂപ അലവൻസ് പ്രഖ്യാപിച്ച സംസ്ഥാനം ബീഹാർ. കേരള രാജ്ഭവന്റെ വിശേഷണങ്ങളുമായി പുറത്തിറങ്ങുന്ന മാസിക ഈയിടെ പ്രകാശനം ചെയ്തു. പേര് രാജഹംസം. കേരള രാജ്ഭവന്റെ വിശേഷങ്ങളുമായി പുറത്തിറങ്ങുന്ന മാസിക ഈയിടെ പ്രകാശനം ചെയ്തു. പേര് രാജഹംസം. ഭൂട്ടാനിൽ നിന്ന് അനധികൃതമായി കേരളത്തിലേക്ക് എത്തിച്ചെന്ന് സംശയിക്കുന്ന 36 വാഹനങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുത്തു. ഈ ഓപ്പറേഷന്റെ പേര് നുംഖോർ. ഭൂട്ടാനീസ് ഭാഷയിൽ വാഹനം എന്നാണ് അർത്ഥം. ഭൂട്ടാനിൽ നിന്ന് അനധികൃതമായി കേരളത്തിലേക്ക് എത്തിച്ചെന്ന് സംശയിക്കുന്ന 36 വാഹനങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുത്തു. ഈ ഓപ്പറേഷന്റെ പേര് നുംഖോർ. ഭൂട്ടാനീസ് ഭാഷയിൽ വാഹനം എന്നാണ് നുംഖോറിൻ്റെ അർത്ഥം. തൊഴിൽ വാർത്തയിലെ ഈ കറണ്ട് അഫയേഴ്സ് 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഉള്ളത് പാർട്ട് 1 ആണ്. ഇനി അടുത്തത് ഉടനെ തന്നെ ഉണ്ടാവും പാർട്ട് 2 ആയിട്ട്.
ഒരാഴ്ചത്തിൽ തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫയേഴ്സ് 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളത് 2 പാർട്ടും പഠിച്ചോണം. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്